ദി സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റി നടക്കുന്ന ഇവൻറ്റിൻ്റെ 6th ഡേ. ഇതിനകത്ത് അഗ്രികൾച്ചറിൻ്റെ ഫ്യൂച്ചർ അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ചെറിയ ടോക്കിന് വേണ്ടിയിട്ടാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. ഞാൻ സോയിലെസ് ഫാമിംഗ്, അതായത് ഇനി നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു മെറ്റീരിയലാണ് അരബിൾ ആയിട്ടുള്ളത്, ക്വാളിറ്റി സോയിൽ. അപ്പോൾ സോയിലെസ് ഫാമിങ്ങും ഇൻഡോർ ഫാമിങ്ങും അതിനൊക്കെ പറ്റി ഒരു മാസ്റ്റർ ക്ലാസ് എടുക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 11:30 നമ്മുടെ സെഷൻ. കൊച്ചിയിൽ ജെയിൻ യൂണിവേഴ്സിറ്റി നടക്കുന്ന ഈ ഫ്യൂച്ചർ സമ്മിറ്റ് 7 ദിവസത്തെ പരിപാടിയാണ്. ഇതിൽ ഒരു ദിവസത്തെയാണ് ഈ സസ്റ്റൈനബിൾ ലിവിങ്, അതായത് അഗ്രികൾച്ചറൊക്കെ ചേർന്ന് വരുന്നൊരു പരിപാടിയുള്ളത്. മറ്റ് ദിവസങ്ങളിൽ ടെക്നോളജി ഉണ്ട്, ഓണർപ്രണർഷിപ്പ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. അങ്ങനെയുള്ള പല പല മേഖലകളിലുള്ള ഓരോരോ ദിവസം ഓരോരോ തീം വെച്ചിട്ടുള്ള ക്ലാസ്സസും ടോക്സും മാസ്റ്റർ ക്ലാസ്സസും ഒക്കെ ആയിരുന്നു പരിപാടിയിൽ. അതിൽ ഈ അഗ്രികൾച്ചർ റിലേറ്റഡ്, അതായത് സസ്റ്റൈനബിലിറ്റി വരുന്ന ആ ഒരു ദിവസത്തിലാണ് നമ്മളെ മാസ്റ്റർ ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. അതുകൂടാതെ അവിടെ കുറേ അധികം മറ്റ് ചില ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതിലൊരെണ്ണമാണ് ഈ റോബോ എക്സ്പോ. അതിനകത്ത് കുറേ റോബോട്ടിക്സിൻ്റെ കാര്യങ്ങളൊക്കെ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ട്സൊക്കെ ഡിസ്പ്ലേയിലുണ്ടായിരുന്നു. അതിൽ നമ്മൾ അത്യാവശ്യം ആകർഷിച്ച 1-2 കുഞ്ഞൻ റോബോട്ട്സ് ഉണ്ട്. അതുകൂടാതെ റോബോട്ട് നായ്ക്കുട്ടി, അവരുടെയൊക്കെ ഒരു ആർമി തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഷോയും ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നിന്ന് ആൾക്കാർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതുകൂടാതെ മറ്റ് ചില ആൾക്കാരുടെ ടോക്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പല പല ക്ലാസ് റൂംസിലായിട്ട് അറ്റ് എ ടൈം തന്നെ പല പല ടോക്സൊക്കെ നടക്കുന്ന രീതിയാണ്. അത്യാവശ്യം വളരെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തൊരു പ്രോഗ്രാമാണ്, പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഓരോ ആസ്പെക്റ്റ് നോക്കിയാലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് ഓരോ സ്റ്റോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതും, പിന്നെ ഓരോരോ പ്രോഗ്രാം സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അറേഞ്ച് ചെയ്തിരിക്കുന്നതും, ഗസ്റ്റ് ലോഞ്ച്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ആർട്ട് റിലേറ്റഡ് കാര്യങ്ങൾ, അതായത് ഇവിടെയുള്ള കുട്ടികളുടെ തന്നെ ചെയ്ത ക്രിയേറ്റീവ് വർക്ക്സ് ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റുഡൻസ് ബിനാലെയുണ്ട്. മറ്റൊരു സൈഡിലായിട്ട് ഈ ഇവൻറ്റിന് വേണ്ടിയിട്ട് ടെസ്ലയുടെ മോഡൽ എക്സും ഡിസ്പ്ലേയിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ പോയി ഒന്ന് കണ്ടു. വൈകുന്നേരമാണ് കൂടുതലും ആക്ടിവിറ്റീസ് ഇതിനകത്ത് ഓണാവുന്നത്. അതിൽ പെറ്റ് ഷോസ് ഉണ്ട്, പിന്നെ മ്യൂസിക്കൽ കൾച്ചറൽ ഇവൻറ്റ്സ് ഉണ്ട്, ബാൻഡ്സ് ഉണ്ട്, ഫ്ലീ മാർക്കറ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഈവൻറ്റ് ഉച്ചയായപ്പോഴേക്കും കഴിഞ്ഞു. നമ്മൾ ഡ്രൈവ് ചെയ്താണ് പോയത്. ഒരു ദിവസത്തെ പ്രോഗ്രാം മാത്രമായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് കൊച്ചിയിൽ പോയി ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. കുറച്ച് നേരം അവിടെയൊക്കെ കണ്ടു തിരിച്ച് അന്ന് നമ്മൾ തന്നെ മടങ്ങി. അതുകൊണ്ട് വൈകുന്നേരം നടക്കുന്ന പ്രോഗ്രാമിലൊന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല. മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോപോണിക്സിനെ കുറിച്ച് മാത്രമല്ല, ഈ ഹൈഡ്രോപോണിക്സിൻ്റെ ഫ്യൂച്ചർ എന്താവുന്നത്, അതായത് അഗ്രികൾച്ചറിൽ ഹൈഡ്രോപോണിക്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടാവുന്നതാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്തത്. ഇതിനകത്ത് ഇതിൻ്റെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് പറഞ്ഞു, ഫിനാൻഷ്യൽ, അതായത് ഇത് നമുക്ക് എത്ര ഏണിങ്സ് ഒക്കെ കിട്ടുന്നുള്ള കുറച്ച് ആസ്പെക്ട്സ് ഒക്കെ പറഞ്ഞു. കൂടാതെ ഈ ക്ലൈമറ്റ് ചേഞ്ചസ് ഒക്കെ ഇഷ്യൂ ആയിട്ട് വരുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഹൈഡ്രോപോണിക് ഫാമിംഗ് എത്രത്തോളം പ്രയോജനപ്പെടുത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ പറ്റിയുള്ള ചെറിയൊരു ക്ലാസ്സും പിന്നെ അതിന് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനൊക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്തു ആൾക്കാർ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, എല്ലാത്തിനും ആൻസറൊക്കെ ചെയ്ത് എല്ലാവരും ഹാപ്പിയാണ്. ഏതായാലും ഒരു ഫ്യൂച്ചറിസ്റ്റിക് കോൺസെപ്റ്റ് വെച്ചിട്ട് ജെയിൻ യൂണിവേഴ്സിറ്റി നടത്തിയ ഈ ഒരു പ്രോഗ്രാം വളരെ വളരെ മികച്ച ഒരു പരിപാടിയാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു വെൽ ക്യൂറേറ്റഡ് ആൻഡ് പെർഫെക്റ്റ്ലി എക്സിക്യൂട്ടഡ് പ്രോഗ്രാം എന്ന് നമുക്കിതിനെ പറയാൻ പറ്റും.